കളിയിക്കാവിള ദീപു കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. കുലശേഖരത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടത്. തമിഴ്നാട് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തകൃഷ്ണൻ, ഈ കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കായുള്ള തെരച്ചിൽ കുറച്ച് ദിവസമായി തുടരുകയാണ്. ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിൽ നിന്നും നമുക്ക് പ്രതി ഈ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുകയാണ്. ഈ കളിയിക്കാവിള ദീപു കൊലക്കേസിൽ ഇപ്പോഴും എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇതുവരെയും തമിഴ്നാട് പോലീസിന് വ്യക്തമായിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റിന് നടക്കേണ്ടത് രണ്ടാം പ്രതി സുനിൽകുമാറിൻ്റെതാണ്. സുനിൽകുമാറിനെ ഇതുവരെ കണ്ടെത്താൻ തമിഴ്നാട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് വേണ്ടി കന്യാകുമാരി ജില്ലയിലെമ്പാടും കളിയിക്കാവിള പോലീസ് വലവിരിച്ചിട്ടുണ്ട്. കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് ഇന്നിപ്പോൾ രാവിലെ കന്യാകുമാരി ജില്ലയിലെ കുലശേഖരം എന്ന സ്ഥലത്ത് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സുനിൽകുമാറിന്റെ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ആ കാർ അവിടെ നിന്ന് തക്കല ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കരുതുന്നത് സുനിൽകുമാർ കന്യാകുമാരി ജില്ലയിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് സംസ്ഥാനം വിട്ട് കേരളത്തിലേക്കോ അതല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കോ പോയിട്ടില്ല എന്ന് തന്നെയാണ്. ഈ പോലീസിന്റെ പരിശോധന കർശനമായതിനെ തുടർന്ന് വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ അവിടെ എമ്പാടും നടക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ കൊലപാതകി എന്ന് സംശയിക്കുന്ന അമ്പിളി, അതിനൊപ്പം തന്നെ സുനിൽകുമാറിന്റെ ഒരു സുഹൃത്തായ പ്രദീപ് ചന്ദ്രൻ. ഈ രണ്ടുപേരുടെയും അവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാറിന്റെ പങ്കാളിത്തം ഇതിൽ വ്യക്തമായിരിക്കുന്നത്. അതേസമയം അമ്പിളിയുടെ മൊഴി ഇപ്പോഴും പോലീസിനെ കുഴക്കുകയാണ്. കാരണം ദീപു തന്നെ നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് ദീപുവിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നാണ് അമ്പിളി പറഞ്ഞിരിക്കുന്നത്. അത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. അമ്പിളി ഒരു കൊടും ക്രിമിനലാണ്. അയാൾ പോലീസിനെ വഴിതിരിച്ചു വിടാനുള്ള തന്ത്രങ്ങൾ അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അയാളെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ കളിയിക്കാവിള കോടതിയിൽ പോലീസ് നൽകിയിട്ടുണ്ട്.